ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സൺഡേ നമ്മൾ ലേറ്റായിട്ടാണ് എണീക്കാറുള്ളൂ കേട്ടോ. എണീറ്റ് അത്യാവശ്യം പണിയൊക്കെ തീർത്തതിന് ശേഷം നേരെ അടുക്കളയിലോട്ടോ കയറിയത്. സൺഡേ സ്പെഷ്യൽ നമുക്ക് ചപ്പാത്തി ആയിരിക്കും. അതെല്ലാ സൺഡേ അതുപോലെ തന്നെ. കാരണം ഡ്യൂട്ടി ഉള്ള ദിവസം നമുക്ക് അതിനോട് പണിയാനുള്ള നേരം കിട്ടാറില്ല. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അച്ഛനും മോനും കൂടെ കട വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. അതൊരു കണക്കിന് എനിക്ക് രക്ഷയാണ്. ഇല്ലെങ്കിൽ ഞാൻ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിക്കുട്ടനായിരിക്കും എൻ്റെ മെയിൻ റോളായിട്ട് അവിടെ കയറിയിരിപ്പുണ്ടാവും. ആ ടൈം കൊണ്ട് ഞാൻ പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അമ്മ പിന്നെ കറി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് എനിക്ക് കറി ഉണ്ടാക്കേണ്ട വന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ക്ലീനിങ് പരിപാടിയിലോട്ട് അങ്ങ് പോയി. മുറിയെല്ലാം അടിച്ചു വാരി തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ചേട്ടൻ ആ സമയത്ത് വണ്ടി കഴുകാനും അങ്ങോട്ടൊക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ. ഉണ്ണിക്കുട്ടനും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ അപ്പുറത്താണെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ടേ. അപ്പോൾ അവനുമായിട്ട് പിന്നെ കളിക്കാനും ഒക്കെ പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. ഞാൻ പിന്നെ ആ സമയം കൊണ്ട് തുണി അലക്കും കാര്യങ്ങളും എല്ലാം നടത്തി. കോട്ടൊക്കെ അലക്കാനുണ്ടായിരുന്നേ. കോട്ടൊക്കെ ഞാൻ കല്ലിലോട്ട് അലക്കുക. ബാക്കി ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് അലക്കാറേ. ഉച്ചയായപ്പോഴത്തെ പണികളെല്ലാം തീർന്നായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഡ്രസ്സെല്ലാം ഉണങ്ങി ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് സൺഡേ കിട്ടുമ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകും കേട്ടോ. അവിടെ അച്ഛനും അമ്മയും ഉള്ളൂ. അനിയത്തി അവൾ ജോലി സ്ഥലത്താണേ. അവൾ ആഴ്ചയിലൊക്കെ വീട്ടിൽ വരുവുള്ളൂ. അപ്പോൾ ഈ വീക്ക് വന്നിട്ടില്ല. ഞങ്ങൾ വെറുതെ വീട്ടിലേക്ക് ഒന്ന് പോയി. അവിടെ കപ്പ നട്ടിട്ടുണ്ട്. അപ്പം ചേട്ടനോട് പറഞ്ഞു കപ്പയൊക്കെ പറിക്കാൻ പറഞ്ഞു. സന്ധ്യാനേരം ആയതുകൊണ്ട് ഇളം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു വീടിൻ്റെ അവിടെ കാണാനായിട്ട്. ചേട്ടൻ പിന്നെ കപ്പയൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ആ പുല്ലിൻ്റെ അത്ര നടന്നപ്പോഴത്തേക്കും കണ്ട എട്ടുകാലിയുടെ വല ഉണ്ടോ. വെറുതെ ഫോട്ടോയ്ക്ക് വേണ്ടി എടുത്താൽ കേട്ടോ. പിന്നെ അവിടെ റംബൂട്ടാൻ ഉണ്ടായിരുന്നേ. പിന്നെ റംബൂട്ടാനൊക്കെ പറിച്ചു. ഉണ്ണിക്കുട്ടൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഓടി ചാടി നടക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.